ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഞാനിടുന്ന വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് വെയിറ്റ് ലോസിൻ്റെ ഒരു മോട്ടിവേഷൻ ടിപ്സ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വർക്കൗട്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഞാനിപ്പം റീസെൻ്റായിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളതൊക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണ് ഡയറ്റ്, ഞാൻ എന്ത് ഡയറ്റാണ് ഫോളോ ചെയ്യേണ്ടത്, ഇതൊക്കെ ഇവരെന്നോട് കുറേ ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനൊരു മോട്ടിവേഷൻ വീഡിയോ അല്ലെങ്കിൽ അതിനൊരു ആൻസർ എന്ന രീതിക്കാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് ടിപ്സ് തരാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഫസ്റ്റ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് യുവർ ബോഡി. നമ്മളെ ബോഡി മനസ്സിലാക്കണം. ചിലവർ ഒബീസ് ആയിരിക്കാം, ചിലവർ അണ്ടർ വെയിറ്റ് ആയിരിക്കാം, ഓവർ വെയിറ്റ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയെ എങ്ങനെ മനസ്സിലാക്കണം. നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ ജിമ്മിൽ പോകും, ശരിയാണ്. നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജിമ്മിൽ പോകുന്നത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ട്രെയിനർ എന്ന് പറയും, നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യണം, നന്നായിട്ട് തന്നെ വർക്കൗട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഡയറ്റ് കറക്റ്റ് ഫോളോ ചെയ്യണം. നല്ല ഹെവി ആയിട്ടുള്ള ഡയറ്റ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ട്രെയിനർ തരുന്നുണ്ടാവുക. നിങ്ങൾ പറയും, അയ്യോ എനിക്കിതൊന്നും ഫോളോ ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് അരിയാഹാരം ഒഴിവാക്കാൻ പറ്റത്തില്ല, പഞ്ചസാര എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല, എൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും എനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതാണ് മെയിനായിട്ട് നിങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പറയുന്നു, ഇതൊന്നും നിങ്ങൾ ഒഴിവാക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല എന്നല്ല, പരമാവധി നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. ചില ആൾക്കാർക്ക് സെൽഫ് കൺട്രോൾ വളരെ കുറവായിരിക്കും. അവരെന്ത് ചെയ്യും, പുറത്തു പോയി കഴിഞ്ഞാൽ ഫുഡൊക്കെ കാണുമ്പോൾ കഴിച്ചു പോകും, അല്ലെങ്കിൽ വീട്ടിൽ ബിരിയാണി ആക്കി കണ്ടാൽ അതെടുത്ത് കഴിക്കും. അപ്പോൾ സെൽഫ് കൺട്രോൾ പരമാവധി കുറവായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുള്ളായിട്ട് ഒഴിവാക്കണം ഞാൻ ഒരിക്കലും നിങ്ങളോട് പറയില്ല. നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ അളവ് കുറക്കാൻ ശ്രമിക്കാം. അളവ് കുറക്കാന്ന് വെച്ചാൽ, നിങ്ങൾ മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിന് 4 ഇഡ്ഡലിയെ കഴിക്കുന്നത് നിങ്ങൾ വിചാരിക്കാം. 4 ഇഡ്ഡലി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഒരെണ്ണം കട്ട് ചെയ്യുക, 3 എണ്ണം കഴിക്കും. കുറച്ച് ചോറ് ഒക്കെ നമ്മൾ അളവ് കുറച്ചിട്ട് പരമാവധി കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാം. ചില ആൾക്കാർ വിചാരിക്കും, ചിലർ പറയും എൻ്റെ ഹസ്ബൻഡിനായിട്ട് ഫ്രൂട്ട് മാത്രമാണ് കഴിക്കുന്നത്, ഞാനത് മാത്രം കഴിച്ചിട്ട് നോക്കാം. ഹസ്ബൻഡ് നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നുണ്ട്, ഞാൻ പക്ഷെ വെയിറ്റ് ലോസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹസ്ബൻഡിനെ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്യാം, നൈറ്റ് ഫ്രൂട്ട് മാത്രം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നൈറ്റ് ഫ്രൂട്ട് കഴിക്കുന്ന ആളുണ്ടാവും. പക്ഷെ ഒരു 7 മണിക്കൊക്കെ ഫ്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു 8:30 9:30 ആകുമ്പോഴത്തേക്ക് അവർക്ക് വിശക്കാൻ തുടങ്ങും. കാരണം അവർ ഓൾറെഡി അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വേറൊരാൾ ചെയ്യുന്നത് കണ്ടിട്ട് അങ്ങനെ ചെയ്താൽ വേഗം വെയിറ്റ് ലോസ് ആവുമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കും. അപ്പോൾ നമ്മൾ ഡെയിലി കഴിക്കുന്നതിൻ്റെ അളവിലും കൂടുതലായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു പോകും. അത് നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യത്തില്ല, ദോഷം മാത്രമേ ചെയ്യത്തുള്ളൂ. അളവ് കൂടിപ്പോകും അങ്ങനെ കഴിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് പരമാവധി കുറക്കാൻ ശ്രമിക്കാം. അളവ് കുറച്ച് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ. സെക്കൻഡ് ടിപ്സ് എന്ന് വെച്ചാൽ, നമ്മൾ ഹൗ ടു സ്റ്റാർട്ട് എക്സസൈസ്. നമ്മൾ എപ്പോൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടായിരിക്കും, ജിമ്മിൽ പോകാൻ ഭയങ്കര മടി, വെയിറ്റ് കുറയണം പക്ഷെ ജിമ്മിൽ പോകാൻ ഭയങ്കര മടി എന്ന് വിചാരിക്കുന്നത്. നമുക്ക് നടക്കാം, നാളെ രാവിലെ എഴുന്നേറ്റ് നടക്കാം, അതൊരു വർക്കൗട്ട് എക്സസൈസ് ആണല്ലോ. അങ്ങനെ വിചാരിച്ച് രാത്രി കിടക്കുമ്പോൾ അലാറൊക്കെ വെക്കും, മോർണിംഗ് എഴുന്നേറ്റ് നടക്കാൻ. പക്ഷെ അലാറം അടിയും നമ്മൾ എഴുന്നേക്കത്തില്ല. അപ്പൊ നമുക്കൊരു മടിയാണ്, എന്തും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മടി. പക്ഷെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, പക്ഷെ മടി. അപ്പം എന്ത് ചെയ്യണം, നമ്മൾ ചെറുതായിട്ട് ചെറിയ നമ്മളെ ഡെയിലി ആക്ടിവിറ്റിയിൽ ചെറുതായിട്ട് നമ്മൾ എക്സസൈസ് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. എക്സാമ്പിളിന്, നമ്മൾ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ 2 വീലറിലോ കാറിലോ ആയിരിക്കും പോവുക. അടുത്തുള്ള കടയൊക്കെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നടന്നു പോയിട്ട് സാധനം വാങ്ങിക്കാൻ ശ്രമിക്കാം. നടന്നു പോയിട്ട് സാധനം വാങ്ങാം. അപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ നമ്മൾ ലിഫ്റ്റിലായിരിക്കും കയറുക, ലിഫ്റ്റിൽ കയറാതെ നടന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുന്നതിൽ കുറച്ചായിട്ട് വർക്കൗട്ട് അല്ലെങ്കിൽ എക്സസൈസ് നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കാം. അങ്ങനെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ വരും. നാളെ മുതൽ നമ്മൾ നടക്കാം. അങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആവും, നമ്മളെ ബോഡി പ്രിപ്പയർഡ് ആവും. അങ്ങനെ നാളെ മുതൽ ഈസി ആയിട്ട് നടക്കാനും എക്സസൈസ് ചെയ്യാനും നമ്മുടെ മനസ്സ് നമുക്ക് തോന്നിപ്പിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കാം. അടുത്തത്, ഫോളോ ടൈമിങ്. കറക്റ്റ് നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്ന ഒരാളായിരിക്കും, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ടൈമിന് കറക്റ്റ് കഴിക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ 11 മണിക്കും 10 മണിക്കൊക്കെ കഴിക്കുന്ന ഒരാളായിരിക്കും നമ്മൾ. 8:30 9:30 നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം.
നൂണിലെ ലഞ്ച് നമ്മൾ 1 o'clock 2 o'clock അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ലഞ്ചും കഴിക്കണം. ചിലർ നൂണിലെ ലഞ്ച് വന്നിട്ട് 4 മണിക്ക് 3 മണിക്കൊക്കെ കഴിക്കുന്നുണ്ടാവും. നൈറ്റ് പരമാവധി നമ്മൾ 7 മണിക്കുള്ളിൽ ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നടക്കാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കണം. കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ നമുക്ക് വെയിറ്റ് ലോസിനെ പറ്റി ചിന്തിക്കാൻ പറ്റൂ. അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ ഫോളോ ചെയ്യണം കഴിക്കുന്ന ഫുഡ് എല്ലാത്തിലും. അടുത്ത ടിപ്സ് വന്നിട്ട് ഹൗ ടു അവോയ്ഡ് ഈറ്റിംഗ് ഓഫൺ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ആളായിരിക്കും നമ്മൾ. അതെങ്ങനെ നമ്മൾ ഒഴിവാക്കാം? നമ്മൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു ഹൗസ് വൈഫ് ആകുമ്പോൾ പ്രത്യേകിച്ചും ബാക്കി വരുന്ന ഫുഡൊക്കെ നമ്മൾ തന്നെ അങ്ങ് കഴിക്കും. അപ്പോൾ ചാടണ്ടേ കളയണ്ടേ എന്ന് കരുതി നമ്മൾ മക്കൾക്ക് കൊടുത്ത ബാക്കിയും ഒക്കെ നമ്മൾ തന്നെ കഴിക്കും. അതിന് ഏറ്റവും വലിയ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആവാൻ ശ്രമിക്കാം, എന്തെങ്കിലുമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പം ഹൗസ് വൈഫാണ്. അപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, പകലൊക്കെ ഞാൻ വെറുതെ ഇരിക്കാം, എനിക്ക് വേറെ ജോലിയില്ല. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് പലതും കഴിക്കാൻ തോന്നും. ഞാൻ എന്ത് ചെയ്യും, യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാനും യൂട്യൂബിൽ എഡിറ്റ് ചെയ്യാനും അതിനായിട്ട് ഞാൻ എൻ്റെ സമയം മാറ്റി വെക്കും. അപ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ ടൈമില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, വെറുതെ ഇരിക്കുന്ന ടൈം ഒഴിവാക്കാൻ പരമാവധി ശ്രമിക്കാം. വീട് ക്ലീൻ ചെയ്യാം, ഗാർഡനിങ് ചെയ്യാം, കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ വീട് നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാം, എന്തും ചെയ്യാം. അപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് ഒഴിവായി കിട്ടും. ലാസ്റ്റ് ടിപ്സ് എന്ന് വെച്ചാൽ ഹൗ ടു അവോയ്ഡ് ഈറ്റിംഗ് അൺഹെൽത്തി സ്നാക്സ്. അൺഹെൽത്തി സ്നാക്സ് ആയിട്ടുള്ള പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കുന്നതിൽ അഡിക്റ്റ് ആയിരിക്കും നമ്മളിൽ പലരും. എങ്ങനെയെന്ന് വെച്ചാൽ കുട്ടികൾക്ക് വാങ്ങി വെച്ചിരിക്കുന്ന കാണുമ്പോൾ കുട്ടികൾക്ക് വാങ്ങുന്ന സ്നാക്സ് ഒക്കെ നമ്മളോടും കഴിച്ചു പോകും. അവർ കഴിക്കുന്നതാണ് നമുക്കൊരു തോന്നൽ വന്ന് നമ്മളോടും കഴിച്ചു പോകും. പിന്നെ നന്നായിട്ട് മഴ പെയ്യുമ്പോൾ വിചാരിക്കുകയാണെങ്കിൽ ഒരു കട്ടൻ ചായയും പഴംപൊരി വല്ല എണ്ണക്കടികളും കഴിക്കാൻ തോന്നും, പുറത്തു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ തോന്നും. ഇതൊക്കെ ഒരു ഹാബിറ്റാണ്. നമ്മളത് പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കാം. സെൽഫ് കൺട്രോൾ മെയിനായിട്ട് ഇതിൽ ആവശ്യമാണ്, നിയന്ത്രിക്കാൻ ശ്രമിക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വീട്ടിലുണ്ടാവുന്നതാണ് നമുക്ക് കഴിക്കാൻ തോന്നുന്നത്. കുട്ടികൾക്ക് വാങ്ങിക്കുന്നതൊക്കെ നമ്മൾ കാണാത്തടത്തോ നമ്മൾക്ക് എത്താത്തടത്തോ എവിടെയെങ്കിലുമായിട്ട് മാറ്റി വെക്കാം, അവർക്ക് മാത്രം അത് കൊടുക്കാം. കുട്ടികൾക്കും പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ കൂടുതലായിട്ടും പച്ചക്കറികളും പഴങ്ങളും വാങ്ങിക്കാം. ഈ പച്ചക്കറികളും പഴങ്ങളും വിശക്കുന്ന സമയത്ത് നമുക്ക് അത് കഴിക്കാം. അല്ലെങ്കിൽ കൂടുതൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തോളൂ. അപ്പൊ നമ്മൾ എന്ത് വിചാരിക്കും, അയ്യോ ഒരുപാടുണ്ടല്ലോ വാങ്ങിച്ചു വെച്ചത്, അത് കളയേണ്ട വരത്തില്ലേ എന്ന് വിചാരിച്ച് നമ്മളത് കഴിച്ചിട്ട് തീർക്കും. കുറച്ച് ടിപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. ഓരോ ദിവസവും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം. വെയിറ്റ് ലോസ് ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫുഡും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാൽ മതി. എനിക്ക് വരുന്ന ഒരുപാട് കമന്റിൽ ചോദിക്കും ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എന്ത് ഫുഡാണ് കഴിക്കേണ്ടത്. അപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഓവറായിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ കൊണ്ട് ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഫുള്ളായിട്ട് അങ്ങ് ഒഴിവാക്കുക. കുറച്ച് കട്ട് ചെയ്ത് സെൽഫ് കൺട്രോൾ വെച്ച് നമ്മൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് ഈസി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ജേർണി നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് വേണ്ടി കുറച്ച് ടിപ്സ് ഞാനിവിടെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും അത് കറക്റ്റ് ഫോളോ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.